പറ്റാത്ത ഏത് വണ്ടി പോകാൻ വണ്ടിയും പോകില്ലല്ലോ, അവർക്ക് അത് ബുദ്ധിമുട്ടാവും. അത് വേണം. ഇത് അവരും കൂടി എഗ്രി ചെയ്തതല്ലേ, ഇവിടെ ഉള്ളവരും കൂടി എഗ്രി ചെയ്തതല്ലേ അല്ലേ? ഇവിടെ ഉള്ളവരും കൂടി എഗ്രി ചെയ്താകുമ്പോൾ നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ളത് എടുക്കാം, എന്നിട്ട് അത് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്തിട്ട് എത്ര സെൻറ്റ് വെച്ച് പോകുമെന്ന് ആ സർവേ നമ്പർ വെച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ അവരോട് നമുക്ക് സംസാരിക്കാൻ അഡ്വാൻസ് പൊസിഷൻ മേടിപ്പിച്ചു തരാം. ഇതൊരു 10-16 കുടുംബങ്ങൾക്ക് ഹൈവേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അത് ഹൈവേ അതോറിറ്റിയെയും ജില്ലാ ഭരണകൂടത്തെയും എല്ലാം അറിയിച്ചു. ആ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം വന്ന് പരിശോധിച്ചു. അവർക്ക് അപ്പോൾ പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു റോഡ് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ആ റോഡിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ വിട്ടും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് കൂടി അത് പോകണം. അതിൻ്റെ കൂടി അനുവാദം വാങ്ങിച്ച് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ, ഒരാളെയും ആക്സസ് ഇല്ലാത്ത രീതിയിലാവാൻ പാടില്ലല്ലോ. ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും. അതിനാവശ്യമായ നടപടികൾ ഹൈവേ അതോറിറ്റി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വേണ്ട പിന്തുണ ഞങ്ങളെല്ലാവരും കൊടുക്കും. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുണ്ട്. കുറേ സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്. കാരണം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം, വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് അശാസ്ത്രീയമായ തരത്തിലാണ് കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. അപ്പോൾ മഴ കൂടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം അവർ എണ്ണി അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഓരോന്നായിട്ട് കൃത്യമായിട്ട് പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ പ്രവർത്തനം നടക്കുന്നത് തീർച്ചയായിട്ടും ജനപ്രതിനിധികളായ ഞങ്ങൾ നിരീക്ഷിക്കും. ഞങ്ങൾ ആവശ്യമായ എല്ലാ സഹായവും ഹൈവേ അതോറിറ്റിക്ക് ചെയ്തു കൊടുക്കും.